പെട്രോൾ വില വീണ്ടും കൂട്ടി. അതിനിപ്പോൾ അത്ര വലിയ പുതുമയൊന്നുമില്ല. കരിപ്പൂരിൽ വീണ്ടും സ്വർണ്ണവേട്ട. മലദ്വാരം വഴി സ്വർണം കടത്താൻ ശ്രമിച്ച യുവാവിനെ പിടികൂടി. എന്തൊരു കഥയാണ്! ഏതൊക്കെ വഴിയാണ് സ്വർണം കടത്തുന്ന ആൾക്കാർ? പുതുമുള്ള ഒരു വാർത്തയില്ല പത്രത്തിൽ. കാമുകന് ഉറക്കുകുളിക കൊടുത്ത് മയക്കി കിടത്തി കാമുകൻ്റെ പേഴ്സും മൊബൈലുമായി കാമുകി മുങ്ങി. ഓ എൻ്റെ കാമുക, ഈ രക്ഷപ്പെട്ടൊന്ന് കുട്ടിക്ക് മോനെ. ഓള് സ്ഥലം വിട്ടില്ലേ? പൈസയല്ലേ പോയുള്ളൂ, മാനൊന്നും പോയില്ലല്ലോ. അല്ലടോ, ചായ എവിടെ? നിങ്ങളല്ലേ പറയല്ലേ നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്താലേ ജീവിതം മുന്നോട്ട് പോകുള്ളൂന്ന്. അതും ചായ തമ്മിൽ എന്താ ബന്ധോ? വിലക്കയറ്റായിട്ട് ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തി. ഗ്യാസിന്റെ വില കൂട്ടി. പഞ്ചാരന്റെ വില കേട്ടാണ്ടല്ലോ നാവ് കഴിക്കും. അടുക്കള പഠിച്ചിട്ട് ആകെ താറുമാറായി. ഇങ്ങനെ ചില അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റൂല. ഇക്കണക്കിന് പോയാല് അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മളെ കഞ്ഞുകൂടി മുട്ടുവോ? നമ്മളെ രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത് വില വികസനാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോ അധികം വൈകാണ്ട് തന്നെ ഇവിടെ കഞ്ഞുകൂടി മുട്ടാൻ സാധ്യതയുണ്ട്. സാധനങ്ങൾക്കൊക്കെ തീ പിടിച്ച വിലയാ, മനുഷ്യന്മാർക്കാണ് ഒരു വിലയില്ല. ഈ വിലക്കയറ്റത്തിന്റെ ടെൻഷൻ കാരണം മനസമാധാനായിട്ട് ഒരു കോമഡി പറയാൻ പോലും പറ്റുന്നില്ല. അതേതായാലും നന്നായി. അന്റെ കോമഡിക്ക് തീരെ നിലവാരില്ല. ഇജ്ജ് കുറച്ച് ഓവറായി. എന്താത്? എന്താ വീട്ടില് സീഡിന്റെ പീടി തുടങ്ങാൻ പോകണ്ടോ? ഒക്കെ ഇംഗ്ലീഷ് സീഡി ആണല്ലോ. എന്റെ ഉപ്പ, എനിക്കൊരു ഷോർട്ട് ഫിലിം ചെയ്യണം. പറ്റിയൊരു കഥ കിട്ടുന്നില്ല. ഇന്ത്യ വീഡിയോ ഒക്കെ കണ്ടിട്ട് വേണം പറ്റിയൊരെണ്ണം തട്ടിക്കൂട്ടാൻ. ഓ, അപ്പൊ കോപ്പിടിയാണ് അല്ലേ? കോപ്പിയടിയിലുപ്പ നമ്മൾ സിനിമാക്കാരിനെ ഇൻസ്പിറേഷൻ എന്ന് പറയും. അതായത് സ്വാധീനിക്കാം, അത്രേ ഉള്ളൂ. കോപ്പിയടിയൊക്കെ മോശമല്ലേ? അപ്പൊ കോപ്പിയടിന്റെ പേരൊക്കെ മാറ്റിയോ? എന്താ ഇൻസുലിനോ? ഇൻസ്പിറേഷൻ എന്നാ പിന്നെ അതാക്കിന്ന് പറഞ്ഞാ മതിയല്ലോ. വേണേ അങ്ങനെയും പറയാ. മോനെ, ഇതെല്ലാം കൂടി കണ്ടു തീർക്കണമെങ്കിൽ എത്ര സമയമാണോ? അതില് നല്ലതല്ലേ പുതിയൊരു കഥ ഉണ്ടാക്കല്? എന്റെ ഉമ്മച്ചിയെ, നല്ല പുതുമയുള്ള വ്യത്യസ്തമായ സിനിമ ഉണ്ടാക്കണമെങ്കിൽ ഫോറിൻ ഡിവിഡികൾ കൊണ്ട് സാധിക്കൂ. മോനെ റിസ്വാനെ, പഴയ നല്ല സിനിമാക്കാരൊക്കെ സിനിമ ഉണ്ടാക്കിയത് ഈ സി ഡി കണ്ടിട്ടല്ല, ഒരു മനുഷ്യ ജീവിതം നോക്കി കണ്ടിട്ടാ സിനിമ ഉണ്ടാക്കിയത്, അല്ലാണ്ട് DVD കണ്ടിട്ടല്ല. അതിന് അന്നത്തെ കാലത്ത് DVD കണ്ടുപിടിച്ചിട്ടില്ലല്ലോ. അന്നോലെ എന്ത് കണ്ടിട്ടേക്കും കോപ്പി അടിച്ചിട്ടുണ്ടാവുക. ഉപ്പച്ചേ, കാലൊക്കെ മാറി, ഇപ്പൊ എങ്ങനെയാ? കാലൊക്കെ മാറിക്കണം, അന്റെ കോലവും മാറിക്കണം. കയ്യില് നല്ലൊരു കഥ ഉണ്ട്, മാണേ തരാ. എത്ര റുപ്യ? എന്റെ കഥ പറയാണ്ടെങ്കിലോ 100 രൂപ നമ്മൾ അങ്ങോട്ട് തരാം. ഉപ്പച്ചേ, ആദ്യം കഥയൊന്ന് കേക്കട്ടെ. കുടുംബകഥാണേ മോനെ, പറഞ്ഞു തൊലച്ചൂട്. അതായത് കേക്ക് വെള്ള കീറി ഒരു കീറി ഞാൻ അങ്ങോട്ട് വെച്ചിരിപ്പോ. അതായത് ഒരു വലിയ പൊര. ആടെ കല്യാണം കഴിഞ്ഞു വരുന്ന മരുമോനും മോനും. ഇതില് രണ്ടാളും നല്ല സ്നേഹത്തില. അമ്മായിയമ്മ ക്രൂരാണ്. എന്റെ ഉമ്മ കണ്ട സീരിയലിന്റെ കഥയാണ്ടാ. പറഞ്ഞൂട്. നമ്മൾ ഒന്നുകൂടി തുടക്കം തൊട്ട് എന്നെ പറയൂ. റെഡി, 1 2 3. കേക്ക് വെള്ള കീറി ഒരു വലിയ പൊര. നേരത്തെ പൊര തന്നെയല്ലേ? വലിയ പൊര. ആടെ കല്യാണം കഴിഞ്ഞു വരുന്ന മരുമോളും മോനും. ഓന് രണ്ടാളും നല്ല സ്നേഹത്തില. അമ്മായിയമ്മ ക്രൂരാണ്. മരുമോള് ഗർഭിണിയാവും. ഇത് അമ്മായിയമ്മ അറിയുന്നേയില്ല. 10 മാസമായി. 10 മാസമായിട്ടും അമ്മായിമ്മക്ക് മനസ്സിലായിട്ടില്ല ഗർഭാന്ന്. ഗർഭം മരുമോൾ ഗർഭിണിയാകുന്നു. അങ്ങനെ മരുമോൾ കുഞ്ഞിനെ അമ്മായിമ്മ കാണാതെ ഇങ്ങനെ ആ പൊരെ തന്നെ വളർത്തുക. നിലവിളിക്ക്. ആരും അറിയുന്നില്ല. അവളെങ്ങനെ വളർത്തി വലിയ കുട്ടിയാക്കും. ബാക്കി കഥ ഞാൻ പറഞ്ഞുതരാം. ആ കുട്ടി കല്യാണം കഴിച്ചിട്ട് വേറൊരു പേരെ പോണു. ആടെ ഉണ്ടാവും ക്രൂരിയായിട്ടൊരു അമ്മായിമ്മ. ബാക്കിയൊക്കെ ഞമ്മക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ റിസ്വാനെ. എന്റെ നിങ്ങളെ തല്ലേ നമുക്ക് ശാപം കിട്ടും. ഒന്ന് നിർത്തിയിട്ട് പോയി തരോ പ്ലീസ്. ഇഞ്ച കഥ മാണ്ടാത്തോലേക്കും മാണ്ട. അന്റെ സിൽമ ബ്രസീൽ പൊട്ടിയ പോലെ നെൽക്ക് പൊട്ടി മോനെ. ഈ നെയ്മറായി പോട്ടെ. എന്താണിത് റിസ്വാനെ? ജീവിതഗന്ധിയായ കഥകളാണ് ഞമ്മക്ക് വേണ്ടി. ഇന്നത്തെ സിനിമയിൽ ഇല്ലാത്തതും അതാണ്. ഉപ്പച്ചിയെ, ഉപ്പൊരു കഥ പറഞ്ഞാലോ എന്നോട്? ആയിക്കോട്ടെ. കുഷ്ഠരോഗിയായ ഒരു യുവാവിന്റെ കഥ. ഈ കുഷ്ഠരോഗിയായ യുവാവിന് IAS കിട്ടുകയാണ്. പക്ഷെ ഈ രോഗം കാരണവും ഓന് ഗവൺമെന്റ് ജോലി കൊടുക്കുന്നില്ല. അങ്ങനെ ഈ കുഷ്ഠരോഗിനെ ഉപേക്ഷിച്ചു പോകുന്ന ഓന്റെ കാമുകി, സഹോദരൻ, സഹോദരി, കൂട്ടുകാര്
അങ്ങനെ സമൂഹത്തിൽ ഒറ്റപ്പെടുകയാണ് ഈ കുഷ്ഠരോഗി. അങ്ങനെ ഈ കുഷ്ഠരോഗി പ്രതികാരം ചെയ്യാൻ വേണ്ടിട്ട് അങ്ങ് തുനിയാണ്. ഉപ്പ പ്ലീസ്. എടത് ജീവിതഗന്ധിയായ കഥയാണ്, കേക്ക്. അങ്ങനെ ഈ കുഷ്ഠരോഗി കുഷ്ഠരോഗിയുടെ കഥ കുറച്ച് കഷ്ടാണ് ഉപ്പ. ഞാൻ ഡിവിഡിന്ന് എങ്ങനെങ്കിലും ഒന്ന് ഉണ്ടാക്കിയെടുത്തോളാം. പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. ഞാൻ ഇഷ്ടം പോലെ പോയി ചെയ്തൂടെ. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കഥ പറഞ്ഞു കൊടുത്ത പോലും വേണ്ട. ഇജ്ജൊക്കെ ഉണ്ടാ ഈ മലയാള സിനിമേനെ ബസ്സിലാക്കണേ. ആയിക്കോട്ടെ. ഹിമാറേ സിനിമ ഉണ്ടാക്കാൻ നടക്കണേ. പാത്തുവോ ചായ എടുക്ക്.